ഇതയം മുരളി. ഈ സിനിമയുടെ ടൈറ്റില് തെറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. മൊണ്ണ മൊണ്ണ മുരളി അതായിരുന്നു ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ. സോ നമ്മുടെ മൊണ്ണേഷ് കുമാർ ആയിട്ട് അഥർവയാണ് അഭിനയിച്ചിരിക്കുന്നത്. അഥർവ അഭിനയിക്കുകയായിരുന്നില്ല, മൊണ്ണേഷ് കുമാർ ആയിട്ട് ജീവിക്കുകയായിരുന്നു. ഒരു ലോഡ് നായികമാരും ഒരു മൊണ്ണയും. അവരുടെ ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്ന സിനിമയാണ് ഇതയം മുരളി. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ വൺ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അഥർവ, ഫഹദ് ഫാസിൽ, കയാദു, പ്രിട്ടി മുകുന്ദൻ, അതേപോലെ തന്നെ തമനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. PSC എക്സാം ഒക്കെ എഴുതുന്നവര് ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ റബ്ബർ ബാൻഡ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുണ്ട്, അത് മൊണ്ണ മുരളിയാണ്. ഫഹദ് ഫാസിൽ, ലൂയിസ് ഹാമിൽട്ടൺ കഴിഞ്ഞ സീസണിൽ ഫെറാറിക്ക് വേണ്ടി റേസ് ചെയ്യുന്ന സമയത്ത് ആള് ഭയങ്കര ഫോം ഔട്ട് ആയിരുന്നു. ആ സമയത്ത് ഒരു ഫാൻ ലൂയിസ് ഹാമിൽട്ടന്റെ അടുത്ത് പോയി പറയുന്നുണ്ടായിരുന്നു, ലൂയിസ് റിമെമ്പർ ഹൂ യു ആർ. അതന്നെയാണ് ഫഹദ് ഫാസിലിനോടും പറയാനുള്ളത്. ഫഹദ് റിമെമ്പർ ഹൂ യു ആർ. യു ആർ ഫഹദ് ഫാസിൽ, അത് മനസ്സിലാക്ക്. അല്ലാതെ കണ്ട് ഡൂക്കില് ജോക്കർ ക്യാരക്ടേഴ്സ് ഒന്നും പോയി ചെയ്യല്ലേ ദയവീത്. ഇതിലൊരു ക്യാരക്ടർ ഇതുണ്ട്, പി കോമാളി, തനി ജോക്കർ ക്യാരക്ടറാണ്. ഈ മൊണ്ണേഷ് കുമാറിന്റെ അവിഞ്ഞ തൊലിഞ്ഞ ലവ് സ്റ്റോറി എന്ന് പോലും പറയാൻ പറ്റില്ല. വൺ സൈഡ് ലവ്. ഓരോ 5 കൊല്ലം കൂടുമ്പോ ഓരോ പെണ്ണിനെ കാണും, പ്രേമം തോന്നും, 25 കൊല്ലം കൊടുക്കും അത് പറയാൻ. ഇതിനൊക്കെ ലവ് സ്റ്റോറി എന്ന് വിളിക്കുകയാണെങ്കിൽ ലവ് സ്റ്റോറിനെ പിന്നെ എന്താ പറയേണ്ടത്? ഇത് കേട്ടിട്ട് വാവ് കിഡു ലവ് സ്റ്റോറി, കൊറിയൻ ഡ്രാമയിൽ പോലും ഇജാതി ട്വിസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു കോമാളി ക്യാരക്ടറാണ് ഇതിൽ ഫഹദ് ഫാസിലിന് കൊടുത്തിരിക്കുന്നത്. ഡേ ബൈ ഡേ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ സെലക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റ് സെലക്ഷൻ താഴത്തോട്ട് പറഞ്ഞാൽ പടവലങ്ങിയ പോലെ താഴത്തോട്ട്. സോ നമ്മുടെ നായകൻ അഥർവ, പേര് ഇതയ. ഇതയ്ക്ക് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. ഒരു കോലിലൊരു സാരി ചുറ്റിയപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. പക്ഷെ അവരോട് ലവ് എക്സ്പ്രസ് ചെയ്യാൻ ആൾക്ക് പറ്റില്ല. ആള് മറ്റേ ഫ്രണ്ട്ലി ആയിരുന്നു, ഘോര ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ ആൾക്ക് പറ്റില്ല. പിന്നെ എന്ത് ലവ് സ്റ്റോറി? അവരെ പാട്ടിന് മൂടും തട്ടി ഇട്ടിട്ട് പോവും. ഓരോ 5 കൊല്ലം കൂടുമ്പോഴും അണ്ണന് പുതിയൊരു പെണ്ണിനെ കിട്ടും. അതെനിക്ക് മനസ്സിലാവില്ല, ഇതെന്താ പല ഇലക്ഷൻ ആണോ 5 കൊല്ലം കൂടുമ്പോൾ നടക്കാൻ? എല്ലാവരും ഫസ്റ്റ് ക്രഷ് ടീച്ചർ ആയിരിക്കും, അതിപ്പോ കുറ്റം പറയാൻ പറ്റില്ല. ഉമ്മ കൊടുത്ത ഗർഭിണിയാവുന്നൊക്കെ വിശ്വസിക്കുന്ന പിള്ളേർ, പിന്നെ 5ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർക്ക് അതൊക്കെ അല്ലേ പറ്റൂ. അല്ലാതെ അവർക്ക് പോയിട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ മുതുക്കന്മാർക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെയാണ് പിള്ളേർക്ക്. ഇതിലൊരു സീൻ ഉണ്ട്. ഈ ചെറുക്കൻ ഈ ടീച്ചർ ഉമ്മ വെച്ചു പറഞ്ഞിട്ട് ടീച്ചർ ഗർഭിണിയായി പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ കോളത്തിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നു. ഇത്രയും ഒരു വൃത്തികെട്ട സീൻ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. ഇതിന്റെ എവനടെ ഇത് പുണുങ്ങി വെച്ചിരിക്കുന്നത് യക്കെന്നാണ് ആ സമയത്ത് പറയാൻ തോന്നിയത്. അത്രയും വൃത്തികെട്ട സീനായിരുന്നു. തമാശയായിട്ടൊന്നും ഒരിക്കലും തോന്നിയില്ല കണ്ടപ്പോ.